ഓക്കെ, നമുക്ക് നോക്കാം കൃപയെക്കുറിച്ച്. പുതിയ നിയമത്തിന്റെ പ്രത്യേകത, മൂന്നാമത്തെ സത്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, കേൾക്കുന്ന കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഓക്കെ, കൃപയെക്കുറിച്ച് മാത്രമല്ല, കൃപമേൽ കൃപ എന്ന് പറയുന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. ഗ്രേസ് അപ്പോൺ ഗ്രേസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ന്യൂ കവനന്റ്. Amen. We are going to talk about the new covenant. പുതിയ നിയമത്തിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സത്യം. ഒന്നാമത് നമ്മൾ പഠിച്ച എന്തായാലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയൊക്കെ ഒന്ന് നോക്കട്ടെ. What is the first thing we learned? ഒന്നാമത് എന്താ നമ്മൾ പറഞ്ഞേ? The Kratos power. രണ്ട്, the fullness of God. ഇന്ന് grace upon grace. ഓക്കെ, രണ്ട് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും മലയാളികളല്ലേ എന്ന് പറഞ്ഞാൽ മലയാളം അറിയാവുന്നവരല്ലേ എല്ലാവരും? ഓക്കെ, we will look into two verses right now. രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, 2 Corinthians 5:18-19 വായിക്കാം. 2 Corinthians 5:18 and 19. And then we will also side by side analyze that verse with John chapter 1 verses 17 and 18. No. 5:19 അല്ലേ? 18, yeah. Okay. Amen. Hallelujah. Okay, now good to keep that your focus there. We will go to John chapter 1 and then come back here and we learn something new. Okay, go to John chapter 1 17 and 18. യോഹന്നാൻ 1:17-18. Keep reading. വായിച്ചാട്ടെ. 19, 20 വായിച്ചാട്ടെ.16 വായിച്ചു. സോറി, 16 വായിച്ചു. See, look at that. Yesterday we talked about fullness. Today I felt we should talk about grace. Grace comes from His fullness. ഇന്നലെ കൃപയെക്കുറിച്ച്, ഇന്ന് രാവിലെ കൃപയെക്കുറിച്ച് പറയുവാനാണ് എനിക്ക് കർത്താവ് പ്രേരണ തന്നത്. ഇന്നലെ നിറവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിറവിൽ നിന്ന് ആ കൃപമേൽ കൃപ വരുന്നത്. ദൈവത്തിന്റെ നിറവില്ലാതെ കൃപയുണ്ടോ? ചിന്തിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അതാ. ദൈവത്തിന്റെ നിറവില്ലാത്തടത്ത് ദൈവത്തിന്റെ കൃപയുണ്ടോ? ഉത്തരം ഉണ്ട്. നോഹ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച വ്യക്തി. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 1 വാക്യം വ്യക്തമായി നമ്മൾ പറയുന്നു, നോഹ ദൈവത്തിന്റെ കണ്ണിൽ എന്ത് കണ്ടു? കൃപ കണ്ടു. ഓക്കെ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ കൃപ കൊടുക്കാൻ പറ്റിയ ഒരുത്തിനെ കണ്ടു, അല്ലെങ്കിൽ കൃപ കൊടുത്തു. ആർക്ക് കൊടുത്തു? നോഹയ്ക്ക് കൊടുത്തു. തിരിച്ചും പറയാം, നോഹ മുകളിലോട്ട് നോക്കിയപ്പോൾ ദൈവത്തിന്റെ കണ്ണ് കണ്ടു. ദൈവത്തിന്റെ കണ്ണിൽ എന്ത് കണ്ടു? കൃപ കണ്ടു. എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. ഓക്കെ, എന്നാൽ നോഹ ഒരിക്കലും ക്രിസ്തുവിന്റെ ഫുൾനെസ്സിൽ, പൂർണ്ണതയിൽ എത്തിയിരുന്നില്ല. അടുത്ത ചോദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പൂർണ്ണത ഉണ്ടെങ്കിലേ വരത്തുള്ളൂ എന്നുള്ളതിന്റെ ഉത്തരം എന്താ പറഞ്ഞത്? അല്ല. ദൈവത്തിന്റെ പൂർണ്ണത ഇല്ലാത്തടത്തും ക്രിസ്തുവിന്റെ പൂർണ്ണത ഇല്ലാത്തടത്തും കൃപയുണ്ടായിരിക്കാം. ഉത്തരം അതിനുള്ള ലക്ഷണമാണ് ഇപ്പൊ വായിച്ച കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ 5 അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം തങ്ങളുടെ അകൃത്യങ്ങൾ ഓർക്കാതെ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. പുതിയ നിയമ സത്യത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, ഇത് പറയുന്നത് വിവാദമാകാം എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് സത്യത്തിന്റെ ഒരു മുഖമാണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, ദൈവത്തെ നേരായ രീതിയിൽ അറിയുന്നില്ലെങ്കിലും, നീ പറഞ്ഞ ഒന്നുകൂടെ വിവാദമാകാം, സ്നാനപ്പെട്ടില്ലെങ്കിലും, നമുക്കൊന്ന് ഏറ്റെടുക്കാമോ?
ദൈവത്തിന്റെ കൃപയുടെ ഒരു നിലവാരം ഈ ലോകത്തിന് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്രഹിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, വേർപെട്ട് ആരാധിക്കുന്നവരാണ്, വിശുദ്ധിക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പൊ എന്തായി പ്രസംഗിക്കുന്നത്? ഇപ്പൊ വായിച്ച വചനം വ്യക്തമായി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വായിച്ചാട്ട്, ലോകത്തിന്റെ അകൃത്യങ്ങൾ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഇനി വേറെ അടുത്തൊരു കാര്യമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും വേർപെട്ട് ആരാധിക്കുന്നതും വെറുതെ അല്ല, അത് കൃപയുടെ രണ്ടാം ഘട്ടമാണെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ മനസ്സിലായോ? ഒരു സത്യത്തെ ധിക്കരിച്ചുകൊണ്ടോ തള്ളിക്കളഞ്ഞത് കൊണ്ടോ അല്ല ഒരു സത്യം പഠിപ്പിക്കേണ്ടത്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായ സത്യം എന്താണെന്ന് പിടികിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ദൈവം ക്രിസ്തുവിലൂടെ ലോകത്തെ മുഴുവൻ തനിക്ക് നിരപ്പിച്ചിരിക്കുക. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എവിടെയെല്ലാം പരന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ സ്വർഗത്തിലെ ചില സംസ്കാരങ്ങൾ ദേശത്ത് പടർന്നു പിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നും വന്നിരിക്കുന്ന നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏകഭാര്യ പദ്ധതി ആരംഭിച്ചത് സുവിശേഷം കേരളത്തിൽ വന്നതിന് ശേഷമാണ്. കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് അതറിയാം. അതിനു മുമ്പ് പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ ആവാം. സ്തോത്രം. ഒരു ഭർത്താവിന് ഒരു ഭാര്യയും ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവും എന്ന് പറയുന്ന സമ്പ്രദായം വേദപുസ്തകത്തിൽ നിന്നും ദൈവത്തിന്റെ സംസ്കാരമായി ലോകത്തിലേക്ക് വന്നതാ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം സത്യസുവിശേഷം ലോകമെമ്പാടും പരന്നപ്പോൾ സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ സ്വർഗത്തിലെ സംസ്കാരം ലോകത്തിലെല്ലാം പടർന്നതിന്റെ ലക്ഷണമാണ് ഇന്ന് ഒരു ഭർത്താവിന് ഒരു ഭാര്യയെന്നും ഒരു ഭാര്യയ്ക്ക് ഭർത്താവും എന്ന് പറയുന്ന സങ്കല്പം. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നാമധേയ ക്രിസ്ത്യാനികൾക്ക് പോലും അത് ഊവാണ്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഹൈന്ദവർക്ക് അത് ഊവാണ്. സ്തോത്രം. അതിന്റെ കാരണം പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിൽ സ്വർഗത്തിന്റെ നന്മകൾ വിതച്ചുകൊണ്ടേ ഇരിക്കുക. സ്തോത്രം. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല, അത് നമുക്കറിയാം. ഈ രണ്ട് സത്യങ്ങളെ കൂട്ടിച്ചേർക്കല് കേട്ടോ. ദൈവത്തിന്റെ വലിയ വിശാലതയിൽ അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹവും അവന്റെ കൃപയുടെ ഒരു നിലവാരവും ലോകത്തിനെല്ലാം അവൻ പരത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ സത്യം നിങ്ങൾ ഇന്ന് അറിയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഹൈന്ദവരോടോ ഇസ്ലാം മതക്കാരോടോ നാമധേയ ക്രിസ്ത്യാനികളൊക്കെ ചോദിച്ചാൽ അവർ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ടെന്നറിയോ? എല്ലാം കൃപയാ. കേട്ടിട്ടുണ്ടോ? എല്ലാം കൃപയാ, എല്ലാം കൃപയാ. നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തികളോട് ചോദിച്ചാൽ അല്പം ദൈവഭയം ഉണ്ടെങ്കിൽ എന്ത് പറയും? സത്യമാ, എല്ലാം കൃപയാ. അർഹിക്കാത്ത കാര്യങ്ങൾ ലഭിക്കുന്നത് കൃപയാ. എനിക്കിതെല്ലാം തന്ന ദൈവത്തിന്റെ കൃപ. അത് പറയാത്ത, ആത്മാർത്ഥമായിട്ട് പറയാത്ത ആരാ ഉള്ളത്? അത് സത്യമാ. അപ്പൊ കൃപയുടെ ഒരു മുഖം എന്ന് പറയുന്ന ദൈവമക്കളെ മനസ്സിലാക്കിക്കൊള്ളണം. ഈ മനുഷ്യന്, നശിച്ചുപോയ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ സുവിശേഷ ഘോഷണം നടത്തിയിടത്തെല്ലാം ദൈവം മുഖം നോക്കാതെ മനുഷ്യന് നന്മ ചെയ്തിട്ടുണ്ട്. അതാ ദൈവത്തിന്റെ നന്മ. എന്നാൽ കൃപ വീണ്ടും പ്രാപിച്ചൊരു കൂട്ടമുണ്ട്. കൃപമേൽ കൃപ. വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ നിറവിൽ നിന്നും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു കൃപ മേൽ കൃപ. We have received from his fullness grace upon grace. ആദ്യം യേശുവിന്റെ വരവിൽ, യേശുവിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിനെ കുറിച്ചുള്ള ബോധ്യം ലഭിച്ച ജനത്തിന് വീണ്ടും ദൈവം കൃപ കൊടുക്കുന്നതാണ്. കൃപമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. പുതിയ നിയമത്തിന്റെ സത്യമാണ്. രണ്ടാമത്തെ കൃപ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം പ്രത്യേകമായി കൊടുക്കുന്ന കൃപയാണ്. ഇത് പുതിയ നിയമത്തിന്റെ സത്യമാണ്. ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും കൂട്ടായ്മയുടെ ഭാഗമായി തീർന്നിട്ടും അവനവന്റെ വ്യക്തി ജീവിതങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഈ പ്രത്യേക കൃപ എന്തെന്ന് ജനത്തിന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്ന് ഇത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് പോകാവും. ലോകത്തിൽ കൃപയുള്ളവർക്കെല്ലാം നന്മകളുണ്ട്. എവിടെയാണെന്നറിയാമോ? പുറമേ.
കൃപയുള്ളവർക്കുള്ള നന്മ എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ കാണുമ്പോൾ ഹലോ, മര്യാദയ്ക്ക് സംസാരിക്കുക, ഒന്ന് ഗ്രീറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കൃപയുടെ ഭാഗമാണ്. മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിച്ചിരുന്ന സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ കീരിയെയും പാമ്പിനെയും പോലെ നിന്ന സമയത്ത്, ജാതി ജാതിയോടും വംശം വംശത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പുരുഷ മേധാവിത്വം കൊടികുത്തി വാഴുന്ന സമയത്ത്, സുവിശേഷം ലോകത്തിലേക്ക് ദൈവസ്നേഹത്തെ കൃപയാൽ അറിയിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യന്റെ ആകമാന സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കുന്നവര്, ചരിത്രം വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ചോദിക്കട്ടെ, ലോകത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കീഴിലുള്ള ഏതെങ്കിലും രാജ്യമുണ്ടോ? കുറഞ്ഞു കുറഞ്ഞു വരിക. ഒരു ഏകാധിപതിയുടെ കീഴിൽ ഇന്ന് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഒരു ഏകാധിപതിയുടെ താല്പര്യത്തിന് വഴങ്ങി ഇന്ന് ചുരുക്കം ചില രാജ്യങ്ങളിൽ, ആഫ്രിക്കയിലുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ ഒരു മനുഷ്യന്റെ അധികാരത്തിൽ ഏതെങ്കിലും രാജ്യമുള്ളൂ. കാരണം സ്വർഗത്തിലെ ഗവൺമെന്റ് പ്രകാരം മനുഷ്യരുടെ മധ്യത്തിലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയായിട്ടല്ല, സഭയിൽ പോലും 3-4 വിശുദ്ധന്മാർ, ദൈവം വിളിച്ചു നിർത്തുന്ന അഭിഷിക്തന്മാരുടെ കൂട്ടമാണ് സഭയെ പോലും നയിക്കുന്നത്. ആ സംസ്കാരം ഇന്ന് ഡെമോക്രസി എന്ന പേരിൽ ലോകത്തിലേക്ക് വ്യാപരിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കാരണം സുവിശേഷം എന്ന സത്യം ദൈവം മനുഷ്യരിലേക്ക് ഒരു റിഫൈൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരാൾ ദൈവരാജ്യത്തിൽ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ വ്യത്യാസം തിരിച്ചറിയണം. നമ്മളെല്ലാം കൃപ പ്രാപിച്ചവരാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുവാൻ, ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ കൃപ എല്ലാ തലമുറയിലും തരുന്നവനാണ് ദൈവം. എത്ര പിടികിട്ടി? സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മള് കൃപയെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, പാപം ചെയ്യാതിരിക്കുവാൻ, ദൈവത്തോട് നിരന്തരം ബന്ധം പുലർത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന പദ്ധതിക്ക് കൃപ ലഭിച്ചവരാണെന്ന് വേണം ചിന്തിക്കാൻ. നമ്മൾ കൃപ ലഭിച്ചവരാണെങ്കിൽ കൃപമേൽ കൃപ, അതാ പുതിയ നിയമത്തിന്റെ പ്രത്യേകത. നിങ്ങളോട് ചോദിക്കുന്നവരോട്, എന്നോട് ചോദിക്കുന്നവരോട് നമ്മൾ പറയാൻ ഒരുങ്ങുക, ഞങ്ങൾക്കും കൃപയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കൃപമേൽ കൃപയുണ്ടെന്ന് പറയണം. ഇത് പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാ. ഇത് കൃപയുടെ സുവിശേഷമല്ല, സുവിശേഷം കൃപയാ. കൃപയില്ലാത്തൊരു സുവിശേഷമില്ല. സുവിശേഷത്തെ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് മാറ്റേണ്ട ആവശ്യമില്ല. സുവിശേഷം കൃപയാണ്. കൃപയില്ലാത്ത ആർക്കും സുവിശേഷത്തിലല്ല, എങ്ങും പറ്റത്തില്ല. സുവിശേഷത്തിൽ കൃപമേൽ കൃപയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കൃപയ്ക്ക് വേണ്ടി, വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ നമ്മൾ നോക്കേണ്ടുന്ന വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. ലൂക്കോസ് 2:40 ഇങ്ങനെ പറയുന്നു. യേശു, വായിക്കാം. പൈതൽ വളർന്നു, ജ്ഞാനം പ്രാപിച്ചു, ദൈവകൃപയും അവന്റെ മേൽ, യേശുവിന്റെ മേൽ ദൈവകൃപ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം പ്രാപിച്ചു, കൃപ അവന്റെ മേലുണ്ടായിരുന്നു. ഇത് ഓർത്തോണം, മേലുണ്ടായിരുന്നു. പൈതലിനെ ഗർഭം വഹിച്ച ആ സഹോദരിയുടെ മേൽ ആദ്യം ദൂതൻ പറഞ്ഞത് എന്താ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അഭിഷേകം നല്ല ഇവിടെ പറഞ്ഞു, കൃപ ലഭിച്ചവളെ വന്ദനം എന്നാ പറഞ്ഞു. ദൂതന്റെ വാക്കിൽ കൃപയുണ്ടായിരുന്നു, അത് കൃപ ഏറ്റെടുത്തു. കൃപ ലഭിച്ചവളുടെ ഉദരത്തിൽ വളർന്നത് പുറത്തു വന്നപ്പോൾ അവന്റെ മേൽ കൃപയുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ മനസ്സിലാക്കിക്കൊള്ളണം, ഉള്ളിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്ന നമ്മൾ കൃപയിലാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു സംജാതനാകുന്നത് കൃപയാലത്രേ. ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ, കൃപയുടെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നിങ്ങൾ കേട്ട കൃപയുടെ വചനവും ചേർന്ന് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ക്രിസ്തുവിനെ പോലെ ആക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ കേട്ടതുപോലെ ക്രിസ്തുവിന്റെ രൂപം മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്വരൂപം മാത്രമല്ല, അവന്റെ സാദൃശ്യം കൂടെ നമ്മളോട് ചേർത്തുകൊണ്ടിരിക്കുക, നമ്മളെ പൂർണ്ണരാക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അത് കൃപയാല അത് നടക്കുന്നത്. യേശു വളർന്നപ്പോൾ അവന്റെ മേൽ കൃപയുണ്ടായിരുന്നു. He had grace upon him. ഈ കൃപ മുന്നോട്ട് പോയപ്പോൾ 2:52, ലൂക്കോസ് 2:52, ഈ കൃപയുടെ ഒരു ആവിഷ്കാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കൃപയുടെ ആവിഷ്കാരം എന്താ? കൃപയുടെ ആവിഷ്കാരം വായിച്ചേ. 2:52, ലൂക്ക് 2:52.
ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുന്നത് ജീസസ് ഗ്രൂ ഇൻ ദ ഫേവർ ഓഫ് ഗോഡ് ആൻഡ് മാൻ. രക്ഷിക്കപ്പെട്ടു വരുന്ന ദൈവ പൈതൽ, കൃപയിലായിരിക്കുന്ന ദൈവ പൈതൽ, രണ്ടു പേരുടെ മുമ്പിൽ കടാക്ഷം ഉണ്ടായിരിക്കും. ഫേവർ എന്ന് പറഞ്ഞാൽ കടാക്ഷമാണ്. ഒന്ന് ദൈവത്തിന് മുമ്പിൽ കടാക്ഷം കാണും, രണ്ട് മനുഷ്യരുടെ മുമ്പിലും കടാക്ഷം കാണും. ഇതിലൊരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യരുടെ മുമ്പിലോ കടാക്ഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറയാൻ തുടങ്ങും. യേശുവിനെ വെറുത്തവര് ദൈവമക്കളെയും വെറുത്തിരിക്കും. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിന്നയുണ്ട്, ധൈര്യപ്പെടുവേൻ. ഇത് ഓർത്തുകൊള്ളണം, ചിന്തിക്കരുത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നമ്മൾ സൂപ്പർ സ്റ്റാർ ആയിട്ടും വലിയ സ്റ്റാർ ആയിട്ടൊക്കെ നടക്കുമെന്ന് വിചാരിക്കരുത്. ദൈവവേലയ്ക്ക് ഇറങ്ങിയാൽ, യേശു പറയുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ, പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അത് പിശാചിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ കൃപ കാണും, മനുഷ്യരുടെ കൃപ, ഫേവർ എപ്പോഴും കാണുമെന്ന് വിചാരിക്കരുത്. യേശുവിന്റെ ജീവിതത്തിൽ നമ്മളതാ കണ്ടത്. ചേർന്ന് സ്വതന്ത്രം പറയാൻ മനസ്സിലാക്കുന്നവർക്കായി. എന്നാൽ രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക്, രക്ഷിക്കപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ക്രിസ്തു ഉള്ളിലുള്ളത് കൊണ്ട് യേശുവിന്റെ മേലുണ്ടാകുന്ന കടാക്ഷം അവരുടെ മേലും കണ്ടിരിക്കും. ദൈവത്തിന് നമ്മളോട് എപ്പോഴും കടാക്ഷമാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ട്? കൃപയുടെ രണ്ട് മുഖം കേട്ടെ. സ്തോത്രം. ഇനി നമുക്ക് നോക്കാം കൊരിന്ത്യ ലേഖനത്തിൽ, എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യത്തിൽ ഒരു വാക്യമാണ്. ഹീബ്രൂസ് 4:15 and 16. എബ്രായർ 4:15-16 നമ്മളോട് പറയുന്നത്, നമുക്കുള്ള വായിച്ചാട്ടെ, സഹതാപം അടുത്തത് സ്തോത്രം. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത, സ്വാഭാവികമായി വരുവാൻ സാധ്യതയുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ദൈവസന്നിധി ചെല്ലുക, ആ സഹായത്തിനുള്ള തത്സമയത്തേക്കുള്ള ഒരു ആവശ്യം ദൈവത്തോട് അറിയിക്കുക, ദൈവം അത് നടത്തി തരിക. ഇതല്ലേ ചിന്ത? സ്തോത്രം. ആണല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കത്ത് എബ്രായ സഭകൾക്ക് എഴുതുമ്പോൾ എബ്രായ സഭകൾ വളരെയധികം പിന്നോക്കം പോയിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നത് 12-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ കയ്പിന്റെ വേര് മുളച്ച് ആരെങ്കിലും കൃപയിൽ നിന്നും പോയാലോ എന്ന് ഭയപ്പെടണമെന്ന് എഴുത്തുകാരൻ ഈ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ സഭ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും യേശുവിന്റെ നാമത്തിലായതിനു ശേഷവും ഇവര് വീണ്ടും എല്ലാ വർഷവും കാളെ ഇറക്കാൻ പോകുമായിരുന്നു. തത്വത്തിൽ പേരിൽ അവർ ക്രിസ്ത്യാനികളായിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് അവർ ഒരുപാട് ദൂരെ മാറിയ ദൈവസന്നിധിയിലായിരുന്നില്ല. അങ്ങനെയുള്ളവരോട് ഈ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, തത്സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് അവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ കൃപയുടെ പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിലും, പഴയതുപോലെ നിങ്ങൾ കൃപയിലല്ല ഉറച്ചു നിൽക്കുന്നതെങ്കിലും, നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോഴെങ്കിലും ഓടി ദൈവസന്നിധിയിൽ വരണം എന്ന് പ്രിയപ്പെട്ടവൻ പറയുക. ഇത് ആത്യന്തികമായിട്ടുള്ള ഒരു കൃപയെക്കുറിച്ചുള്ള റിയാലിറ്റി അല്ല. ഇത് തത്സമയത്ത് സഹായിപ്പാൻ കൃപ എപ്പോഴും ഉണ്ടെന്ന് വീണു പോകാൻ തുടങ്ങുന്ന ഒരു സഭയോട് ദൈവദാസൻ പറഞ്ഞതാ. അങ്ങനെ ഇത് എത്ര മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈലിന്റെ സ്ഥാനം എവിടെയാ? റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അതാണ് ശരിയായിട്ട് നമ്മുടെ മേൽ ഉള്ള അവസ്ഥ. വായിക്കാം. റോമർ 6:14 പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം. മനസ്സിലായോ? പൗലോസ് ഇവിടെ പറയുന്നത് കൃപയെക്കുറിച്ചുള്ള ആത്യന്തികമായിട്ട് ഉപദേശമാണ്. ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് പഠിച്ചാൽ, നമ്മുടെ ജീവിതങ്ങളെ അതിന് തക്കവണ്ണം കീഴ്പ്പെടുത്തിയാൽ, ആത്മാവിനനുസരിച്ച് നടക്കുകയും അനുസരിക്കുകയും ചെയ്താൽ, ദൈവത്തിന്റെ ആത്മാവ് ഏത് ആത്മാവിലാണ് വചനം എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ അത് എങ്ങനെ നമ്മുടെ പ്രയോജനത്തിനാക്കി തീർക്കണമെന്ന് പറഞ്ഞു തരും. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ആത്മാവോടുകൂടെ വേദപുസ്തകം പഠിച്ചാൽ ഈ പറയുന്നതെല്ലാം കൽപ്പനയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂടെ പഠിക്കുകയും ജീവിതത്തിൽ അതിന് തക്കവണ്ണം വ്യത്യാസം വരുത്തുകയും ചെയ്താൽ ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ദൈവം തരും. എബ്രായ സഭ വളരെ ദൂരെ നിൽക്കുക ദൈവസ്ഥലം. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന അനേക മലയാളി സഭകളുണ്ട്. അവർ തത്വത്തിൽ ക്രിസ്ത്യാനികളാണ്, നല്ല മനുഷ്യരാ. പക്ഷേ യേശു ക്രിസ്തുവുമായി ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കൊരു ബന്ധവുമില്ല.
ഇത് പാസ്റ്റർക്ക് എങ്ങനെ വിധിക്കാൻ പറ്റും? ഇത് വിധിപ്പല്ല, ഇത് കാണുന്ന ചില വിഷയങ്ങൾ പറയുക. ഇത് വിധിപ്പൊന്നുമില്ല, നമ്മളാരും വിധിക്കാൻ നമ്മളാരുമല്ല, ദൈവം വിധിക്കട്ടെ. പക്ഷേ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ, നമ്മളെ കാണുമ്പോൾ ആൾക്കാർ പറയണം, ഫലത്താൽ തിരിച്ചറിയാനൂടെ പറയണം, സാധിക്കണം. 2015 നമ്മുടെ സാക്ഷ്യത്തിന്റെ വർഷമായി തീരട്ടെ ഞാൻ യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയുന്നു. മര്യാദയ്ക്ക് നടക്കുന്നവരെ കുറ്റം പറയുക എന്നുള്ളത് പിശാചിന്റെ ഒരു പദ്ധതിയാണ്. നമുക്കതൊന്നും ബോധറേഷനൊന്നുമില്ല. പക്ഷെ നമ്മളായിട്ട് ഫലം കായ്ച്ച് നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുവാൻ, യേശുവിന്റെ പരിശുദ്ധി, യേശുവിന്റെ പരിജ്ഞാനം, യേശുവിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിക്കാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. സഭയുടെ ഒരു മുദ്രാവാക്യമായിട്ട് 2015 യേശുവിനെ വിളിച്ചു പറയുന്നവരായി തീരട്ടെ നമ്മൾ, മറ്റുള്ളവരെ നോക്കാനല്ല. എന്നാൽ യേശുവുമായിട്ട് നമുക്ക് നിരന്തരം ബന്ധമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കൃപയ്ക്ക് കീഴിൽ നിർത്തിയിരിക്കുന്നത്. കേവലം ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം യേശുവിന്റെ അടുക്കൽ വരുന്നത് വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒരാവശ്യത്തിന് യേശുവിൻ്റെ അടുത്ത് വന്നു, യേശു അത് ചെയ്തു കൊടുത്തു, വിജയം കണ്ടു, ദൈവമേ നന്ദി, നീ നല്ലവനാണെന്ന് പറഞ്ഞു. വീണ്ടും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം കർത്താവേ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാ. ചേർന്ന് സ്വതന്ത്രം പറയണം. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവം കൃപമേൽ കൃപ തരുമെന്നാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത്. സ്തോത്രം. എന്നാൽ ഈ കൃപമേൽ കൃപയുടെ പ്രത്യേകത, ഈ കൃപ നിങ്ങളുടെ മേൽ എപ്പോഴും ഉള്ളത് കൊണ്ട് നിങ്ങൾ പാപം ചെയ്യത്തില്ല. പാപത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും നമ്മുടെ അവസ്ഥയെക്കുറിച്ചും ഒന്ന് പറയാൻ പോവാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇതുവരെ പ്രസംഗിച്ചതിന് കൂടെ മനസ്സിലായെന്നുള്ളവരെല്ലാം കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ വീണ്ടും ഇത് കേൾക്കണം, മനസ്സിലാകും. കർത്താവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യന്റെ അവസ്ഥ ഒന്നുകിൽ അവന്റെ മനസാക്ഷിക്ക് തക്കവണ്ണം ജീവിച്ചു, അതിൽ പരാജയപ്പെട്ടു, കുറ്റബോധത്തിലായി. മോശയുടെ പ്രമാണപ്രകാരം ജീവിച്ചു, അതിൽ പരാജയപ്പെട്ടു, കുറ്റബോധത്തിലായി. ചുരുക്കത്തിൽ ദൈവത്തിന്റെ വചനം സകല മനുഷ്യരെയും പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു. നമ്മളത് വായിച്ചിട്ടുണ്ട്, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ കൃപമേൽ കൃപ പ്രാപിച്ചു കൃപമേൽ കൃപയിലായി ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ, മോശയുടെ ന്യായപ്രമാണം ലഭിച്ചവർ, ഇസ്രായേൽ മക്കൾ, അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെ തലമുറകൾ, 12 ഗോത്രങ്ങൾ. അവരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, ഞങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലാണ്, ഞങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അവരെല്ലാവരും പരാജയപ്പെട്ടു, ഉള്ളിൽ കുറ്റബോധമുണ്ടായി. അവരെല്ലാം പാപത്തിന് കീഴിൽ അവരെ അടച്ചു വെച്ചു. മറുവശത്ത് ന്യായപ്രമാണം ലഭിക്കാത്ത ഒരു പറ്റം ആൾക്കാർ, ജാതികളെന്ന് യഹൂദന്മാർ വിളിച്ചിരുന്ന വ്യക്തികൾ, അവരെല്ലാവരും മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കാൻ നോക്കി. അവരുടെ മനസ്സാക്ഷി അനുസരിച്ചിട്ടുണ്ടായിട്ടുള്ള ഉപദേശങ്ങളാണ് ആദ്യം മുതൽ അവർ ഫോളോ ചെയ്തിരുന്നത്. ഉദാഹരണത്തിന് മോശയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫറവോന്റെ ഈജിപ്തിലെ വലിയ സമ്പന്ന സംസ്കാരം, അവർക്ക് തക്കവണ്ണമുള്ള വലിയ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. അതിന്റെ ഹമുരാബി കോഡ് എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്, ദ കോഡ് ഓഫ് ഹമുരാബി. ഹമുരാബി എന്ന് പറയുന്ന ഒരു ഫറവോൻ തന്റെ മനസ്സിനകത്ത് തോന്നിയ എല്ലാം കുറെ കാര്യങ്ങൾ, സ്ത്രീകൾ പുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം, പുരുഷന്മാർ വീട്ടിലെങ്ങനെ പെരുമാറണം, ഒരു പട്ടാളത്തിൽ ചിട്ടകൾ എങ്ങനെ ഉണ്ടായിരിക്കണം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ, അദ്ദേഹത്തിനുണ്ടായ വെളിച്ചത്തിലൂടെ അദ്ദേഹം എഴുതി വെച്ച വലിയൊരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ലോകത്തിലെ പല സംസ്കാരങ്ങൾക്കും പല ആൾക്കാർക്കും പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അവരുടെ മനസാക്ഷിക്ക് തക്കവണ്ണം അവർ ചില കൽപ്പനകൾ എഴുതി വെച്ചു. അവരെല്ലാം അതിൽ പരാജയപ്പെട്ടു. സ്വർഗം അവരെ പാപികളെന്ന് മുദ്ര വെച്ചു. സ്തോത്രം. ഈ രണ്ടു കൂട്ടം ആൾക്കാരെയും രക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവം വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയിട്ട്. ഓർക്കണമേ, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കോണം ദൈവം ആരെ സ്നേഹിച്ചെന്നാ പറഞ്ഞത്? ലോകത്തെ സ്നേഹിച്ചെന്നാ പറഞ്ഞത്. For God so loved the world that he gave his only begotten son. ഓർക്കണമേ, യാതൊരു നന്ദിയുമില്ലാത്ത, തിരിഞ്ഞു കടിക്കുന്ന ജാതിക്ക് വേണ്ടി സ്വന്തം മകനെ ദൈവം അയച്ചു കൊടുത്തേക്കുക. Can you imagine that? കർത്താവിന് അറിയാമോ മകനെ കൊല്ലുമെന്നറിയാമോ, ക്രൂശി തറയ്ക്കുമെന്നറിയാമോ? ഇതെല്ലാം അറിയാം. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ദൈവം യേശുവിനെ ഉയർപ്പിക്കുവാൻ കഴിവുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളുടെ തലേന്ന് ഒരു ചെറിയ രോമം വെറുതെ ഒന്ന് നിലത്ത് വീണാൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുമോ? സ്വന്തം മകൻ ക്രൂശിൽ പെടഞ്ഞു മരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവ് മകന്റെ വേദനയേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് എന്നെ നിങ്ങളെയാ. അതാ ദൈവത്തിന് നമ്മളോടുള്ള കൃപ. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പലരും ചോദിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിൽക്കുന്നില്ലേ? ഉറച്ചൊരു ശ്വാസം തിരിച്ചു വിളിച്ചാൽ തീർന്നില്ലേ? 6 അടി മണ്ണ് പോലും വേണ്ടല്ലോ.
അതിന് മോർഗേജ് കൊടുക്കണ്ടല്ലോ. സ്വോത്രം. നമ്മൾ കൊടുത്തില്ല, വല്ലവനൊക്കെ കൊണ്ട് കുഴിച്ചിട്ടോളും. സ്വോത്രം. അമേരിക്കയിലാണ്ട് പ്രത്യേകിച്ച് പേടിക്കണ്ട, അടുത്ത ദിവസം കാലിയാക്കിക്കോളും. ചോദിക്കരുത് എനിക്ക് ദൈവം എന്തു ചെയ്തു. നാട്ടിലാണ് പിന്നെ പ്രശ്നമാണ്, കാരണം ശവം കൊണ്ട് വെക്കാൻ ഒരു വീട് വേണം. സ്തോത്രം. നാട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കണം, ആരും അറിയാതെ എങ്ങനെ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിനും കൂടെ ദൈവം ഇവിടെ ഉപകാരം ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ചോദിക്കരുത് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലേ? ശ്വാസം വിടാൻ പറ്റുന്നില്ലേ? ദേഹത്ത് വസ്ത്രമില്ലേ? കഴിക്കാൻ 3 നേരം ആഹാരമില്ലേ? ഇതൊക്കെ തമ്പുരാന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത, ആർക്കും മാറ്റാനാവാത്ത കൃപയാ. ചോദിക്കരുത് എനിക്ക് വേണ്ടി ദൈവം എന്ന് ചെയ്തു. സ്വന്തം പുത്രനെ നിങ്ങൾ കൊടുക്കോ? ഞാൻ കൊടുക്കത്തില്ല. എനിക്ക് അതിനുള്ള മനസ്സൊന്നും ആയിട്ടില്ല. ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വിശാലമായ മനസ്സുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയും മക്കള് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കുമോ? ഇവിടെ ഇരുന്ന മാതാപിതാക്കളുണ്ട്, അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ഒന്ന് വെല്ലുവിളിച്ച് ചോദിക്കുക, മക്കൾ അത്യാസന്ന നിലയിൽ ആശുപത്രി കിടന്നാൽ ഇവിടെ ഉറച്ച മനസ്സോടെ ഇരിക്കാൻ തൻ്റെ ഉള്ള അപ്പനും അമ്മ ഇവിടെ ഉണ്ടോ? സ്വന്തം മകനെ അങ്ങോട്ട് ചിന്തിച്ചു നോക്കിക്കോ. അതാ ദൈവസ്നേഹം. ആ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ കൂടെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും കൂടെ സൗജന്യമായി വിശ്വസിക്കുന്നവർക്ക് തന്നിരിക്കുക. എന്തുകൊണ്ടാ? പാപം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് നഷ്ടമൊന്നുമില്ല കേട്ടോ. നമ്മൾ പാപം ചെയ്താൽ ദൈവത്തിന് എന്താ? നമുക്ക് അത് ദോഷമാണെന്ന് മനസ്സിലാക്കി, നമുക്ക് അരുതാത്തതും നമുക്ക് ദോഷമായതും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് വിചാരിച്ച് പിതാവ് തരുന്ന അമൂല്യ നിധിയാണ് കൃപ. ലോകത്തിനെല്ലാം കൃപയുണ്ട്, പക്ഷേ ദൈവമേ എന്ന് വിളിച്ചോണ്ട് വരുന്ന എന്നെ നിങ്ങളെ പോലെ കുറെ വിഡ്ഢികളുണ്ട് എല്ലാ തലമുറയിലും. ആ വിഡ്ഢികൾക്ക് വേണ്ടി ദൈവം തരുന്ന എന്റെ കുഞ്ഞുങ്ങൾ എന്നെ അന്വേഷിച്ച് വരുന്ന മണ്ടന്മാരാ. അല്ലെങ്കിൽ ഈ ചൊവ്വാഴ്ച രാവിലെ ആരും ഇവിടെ വന്ന് കുത്തിയിരിക്കും. വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ വന്നിരിക്കുന്നത്? എന്നെ കാണാനാണോ? അല്ല. നിങ്ങൾക്കറിയാം, വിളിച്ച് വേർതിരിച്ചൊരു തമ്പുരാനുണ്ട്. അവൻ വിളിച്ചോണ്ടാ നിങ്ങൾ വന്നേക്കുന്നത്. നിങ്ങളെ അവൻ നിരാശപ്പെടുത്തത്തില്ല കേട്ടോ, ഒരിക്കലും ഇല്ല. പലപ്പോഴും ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. എന്തെല്ലാം ജോലി ചെയ്യാമെങ്കിലും ഒരു ഇച്ചിരി സമയം വന്ന് പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ ഓടി വരുന്ന ഒരു കൂട്ടം ജനം ഈ കൂട്ടായ്മയിലുണ്ട്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ്. ഈ കാരണം കൊണ്ടാണ്. എന്റെ ദൈവത്തിന്റെ പക്കൽ എന്തോ ഉണ്ടെന്ന് ഓടി വരുന്നവർക്ക് കൃപമേൽ കൃപ ദൈവം കൊടുക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. എന്തിനാ? വഴക്ക് പറയാനല്ല, മറ്റുള്ളവരെ കുറ്റം പറയാനല്ല. ദൈവത്തിന്റെ സ്വഭാവം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ ചോദിക്കുന്നവന് കൊടുക്കാൻ വേണ്ടി സ്വർഗം നിറച്ച് ചിലത് വെച്ചിരിക്കുന്നവനാ നമ്മുടെ ദൈവം. മറ്റുള്ളവരെ കുറ്റം പറയാനല്ല. അത് വായിച്ചാൽ നമുക്ക് തോന്നുന്നത് എന്താ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ ദൈവം നോക്കുന്നു എന്ന് വായിച്ചാൽ നമുക്ക് തോന്നാൻ സാധ്യതയുള്ളതാ. അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുക, അല്ലാത്തവരെയൊക്കെ നശിപ്പിച്ച് കളയും. അതായത് ലിസ്റ്റ് എഴുതുമ്പം എത്ര എണ്ണത്തിനെ തട്ടിക്കളയാമെന്ന് വെച്ച് ലിസ്റ്റ് എഴുതുന്നവരുണ്ട്. തമ്പുരാൻ അങ്ങനെയല്ല ലിസ്റ്റ് എഴുതുന്നത്. തമ്പുരാൻ ലിസ്റ്റ് എഴുതുമ്പോൾ എന്താ എഴുതുന്നറിയാവോ? എത്ര എണ്ണം ഇവിടെ ഉണ്ട്, ആ വന്നതിനെ ഒന്ന് അനുഗ്രഹിച്ചു ബാക്കിയുള്ളതിനെ കൂടെ പിടിക്കാനാണ് തമ്പുരാൻ നോക്കുന്നത്. അതാ പുതിയ നിയമത്തിന്റെ കൃപ. ഇത് സഭ പ്രാപിച്ചിരിക്കണം. നമുക്ക് മുമ്പേ പോയ ബന്ധുക്കോസ്ത് വിശ്വാസികൾ ചിലരൊക്കെ, ഞാനായി, ഞങ്ങളുടെ പാസ്റ്ററായി, ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മാച്ചനുമായി അമ്മായി, ഞങ്ങളെല്ലാവരും കൂടെ പെട്ടകത്തിൽ കയറാൻ പോവാം. നോഹയെ കുടുംബവും. സ്തോത്രം. അതൊന്നും അല്ല പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ കാണുന്ന എല്ലാം എൻ്റെ അമ്മായിപ്പനെന്ന് പറയാനൊക്കത്തില്ല, അമ്മായി അപ്പാപ്പനും ഒക്കെയാ. എല്ലാം ഒരു രക്തത്തിൽ നിന്ന് പറഞ്ഞതാ. സ്തോത്രം. നമ്മുടെ കാഴ്ചവട്ടത്ത് നമ്മുടെ കണ്ണ് വീഴുന്നത് ഒന്നുപോലും നിത്യ നരകത്തിൽ പോകരുതെന്നുള്ള പ്രാർത്ഥന കൃപമേൽ കൃപ പ്രാപിച്ചവർക്കുണ്ടാകണം. അതുണ്ടാകാൻ പ്രാർത്ഥിക്കണം. പക്ഷെ നശിച്ചു പോകുന്ന ലോകത്തെയോട് വല്ലതും പറയണമെങ്കിൽ നമുക്ക് വല്ലതും ഉണ്ടായിരിക്കണം, അല്ലേ? സ്തോത്രം. നമുക്ക് വല്ലതും കിട്ടിയാലല്ലേ പറയാനൊക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്നാ പറയും? നമുക്ക് വേദപുസ്തകം എല്ലാവർക്കും അറിയാം, നമുക്ക് വായിക്കാൻ അറിയാമെങ്കിൽ അവർക്കും വായിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം. നമ്മളെക്കാൾ മിടുക്കരായി പ്രസംഗിക്കുന്ന എത്രയോ പേര് ലോകത്തിലുണ്ട്. പിന്നെ എന്താ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്? അവന്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ച കൃപയാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത്. ഞാൻ അനുഭവിച്ച കൃപയാ ഞാൻ ഈ വിളിച്ച് പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അനുഭവിച്ച കൃപ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതാ കൃപയുടെ പ്രത്യേകത, കൃപമേൽ കൃപയുടെ പ്രത്യേകത. ഹിന്ദുവും മുസൽമാനും നാമധേയ ക്രിസ്ത്യാനിയും വിളിച്ചു പറയുന്നത് പോലെ എല്ലാം കൃപയാന്ന് പറയുന്നതല്ല. ഞാൻ അറിഞ്ഞതാ നിങ്ങളോട് ഈ പറയുന്നത്. സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ തന്നതാണ് നിങ്ങളോട് പറയുന്നത്. ഈ കൂട്ടായ്മയുള്ള എത്ര പേർക്ക് പറയാൻ പറ്റും? ഞങ്ങൾ കണ്ടതാ. മരിച്ചവരിൽ നിന്നും ദൈവം ഉയർപ്പിക്കുന്നത് കണ്ടതാ. എത്ര പേർക്ക് പറയാൻ പറ്റും? അത് കൃപയാ. ആ കൃപമേൽ കൃപയാ. അതാ സഭയുടെ പ്രത്യേകത. കൃപമേൽ കൃപ പ്രാപിക്കാനാണ് കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്ന. സ്തോത്രം. His grace is sufficient for me. പൗലോസ് പറഞ്ഞു, ശക്തനായ മനുഷ്യൻ, വലിയ വെളിപ്പാടുള്ളവൻ. അദ്ദേഹം പറഞ്ഞത് എന്തോ? ജീവിതത്തിന്റെ അവസാനത്തിൽ
കർത്താവെ ഈ മുള്ളെടുത്ത് കളയണമേ. കർത്താവ് പറഞ്ഞു എടുത്ത് കളയത്തില്ല. ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചു, ഈ മുള്ളെടുത്ത് കളയണമേ. കർത്താവ് പറഞ്ഞു ഇല്ല. കർത്താവെ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം, ഇല്ല. മൂന്നാമത്തെ പ്രാവശ്യം ഉത്തരം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ദൈവവൈതലേ, നിന്നോട് പറയട്ടെ, നിന്റെ ജീവിതത്തിലെ ചില മുള്ളുകൾ മാറിപ്പോകാൻ പോകുന്നില്ല. പക്ഷെ നിന്നെ മുള്ളുമായിട്ട് മരുഭൂമിയിൽ ഇടുന്നവനല്ല ദൈവം. നിനക്ക് മരുഭൂമിയിൽ ആനന്ദത്തോടായിരിക്കാൻ കൃപ തരുന്നവനാ ദൈവം. ഈ ദൂത് പറഞ്ഞത് പുതിയതായിട്ട് സഭയിൽ വന്നവരോടല്ല. ഈ ദൂത് പറഞ്ഞത് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകുന്ന, കൃപയിൽ നിന്ന് കൃപയിലേക്ക് പോകുന്നവരോട് പറഞ്ഞതാ. ചില പ്രശ്നങ്ങൾ ചിലപ്പം പെട്ടെന്ന് അങ്ങനെ ഒന്നും മാറിയൊന്നും വരത്തില്ല. സ്തോത്രം. പകരം കൃപയുണ്ട്. അതുപോലെ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? പൗലോസ് സഭയെ കൊന്നവനെന്നാണോ അതോ സഭയെ വളർത്താൻ ഉപയോഗിച്ചതെന്നാണ്? എന്താ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അതാ ദൈവത്തിന്റെ കൃപ. ദൈവം മാറ്റിയവന കൃപ. നിങ്ങൾ പാടുന്നുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നുണ്ടല്ലോ, അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട്. ഇതാ പാടിയതാരാ ദൈവമൊക്കെ അറിയാമോ? 16-17 നൂറ്റാണ്ടിൽ അടിമ കച്ചവടക്കാരനായിരുന്ന ജോൺ ന്യൂട്ടൻ. അന്ന് അടിമ കച്ചവടം ലോകത്തിൽ നിലനിന്നിരുന്നു. അടിമകളെ, മനുഷ്യനെ പോലെ കാണുന്നതിന് പകരം മനുഷ്യനെ വിറ്റ് ജീവിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു. അല്ല, പിശാച് ബാധിച്ച മനുഷ്യരുണ്ടായിരുന്നു. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാതെ അങ്ങനെ മനുഷ്യന്മാരെ കടത്തിക്കൊണ്ട് പോയ ഒരു കപ്പലോട്ടക്കാരനായിരുന്നു ജോൺ ന്യൂട്ടൻ. യേശുവിന്റെ കൃപ അവന്റെ ഹൃദയത്തെ തൊട്ട് അവന്റെ ജീവിതത്തെ മാറ്റി. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും അറിയപ്പെടുന്ന ഗ്രന്ഥകാരനും ക്രിസ്തീയ ഗ്രന്ഥകാരനുമായ ജോൺ ന്യൂട്ടൻ പാടി. എന്താ പാടിയത്? അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് that saved a wretch like me. I once was lost, but now I am found. Was blind, but now I see. എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് അത് പാടാൻ പറ്റും? ജോൺ ന്യൂട്ടൻ്റെ കൂടെ എനിക്ക് പാടാൻ പറ്റും. അങ്ങനെ പാടാൻ പറ്റുന്നത് കൊണ്ടാണ് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നു. ഞാൻ ബുദ്ധി കൊണ്ട് വായിച്ച് കുറച്ച് പ്രമാണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് 10 പേരോട് പറഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം എന്നെ പോലെ തന്നെയോ എന്നേക്കാൾ കൂടുതലോ ബുദ്ധിയുള്ളവരെ ലോകത്തുള്ളവരും. പക്ഷെ ഞാൻ അനുഭവിച്ച കൃപ എൻ്റെ സ്പെഷ്യലാ. അത് 10 പേരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. അതിന് വലിയ വാക്ചാതുരിയും വലിയ മിടുക്കും കഴിവും ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. വെറുതെ വാ തുറന്നേച്ചാൽ മതി. സത്യം ഞാൻ അനുഭവിച്ചതാ. ലോകത്തിൽ ഏതെങ്കിലും ദൈവദാസന്മാര് രാത്രി സമയങ്ങളിലോ രാവിലെ സമയങ്ങളിലോ നിലവിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഞാൻ ചുമ്മാ ഒന്ന് തോളത്ത് കൈ ഇട്ടാൽ മതി. എന്നിലൂടെ വ്യാപരിക്കുന്ന ഞാൻ അനുഭവിച്ച കൃപ അവർക്ക് കിട്ടിക്കോളും. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഞാൻ അവരോട് പോയി പ്രസംഗിക്കൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണയുടെ കൃപയുടെ കരം, അവൻ എന്നെ കൃപയാൽ കെട്ടിപ്പിടിച്ചത് മുഴുവൻ എൻ്റെ ദേഹത്ത് മുഴുവനുണ്ട്. ഞാൻ പറയുന്നു യേശുക്രിസ്തുവിന്റെ ചൂടടയാളം അതാ എന്നെ സംബന്ധിച്ചിടത്തോളം. ഒറ്റപ്പെട്ടപ്പോൾ, കളിയാക്കിയപ്പോൾ, പരിഹസിക്കപ്പെട്ടപ്പോൾ, തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ ഞാനാ നിന്നെ വേലയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞ് എന്നെ മാറോട് ചേർത്ത ഒരുവന്റെ കരം, അവന്റെ വിരലടയാളം, കൈ അടയാളം എൻ്റെ ദേഹത്തെല്ലാം ഉണ്ട്. ആ കരം കൊണ്ട് ഞാൻ ഒരാളെ കെട്ടിപ്പിടിച്ചാൽ ആ കൃപ അവർക്കും കിട്ടും. അതാ കൃപയുടെ പ്രത്യേകത. ഞാൻ ഒരുപാട് പഠിച്ചു. ഞാൻ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി നാട് മുഴുവൻ നടന്ന റവറൻഡ് ഡോക്ടർ ഫാദർ നൈനാൻ കരിമിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബുദ്ധിജീവികളുടെ ഒരു ലോകം എന്നെ എഴുന്നേറ്റ് അംഗീകരിച്ചേക്കാം. പക്ഷെ എല്ലാവർക്കും അത് പിടികിട്ടത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? കൃപ പണ്ഡിതനും പാമരനും ഒരുപോലെ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതാ കൃപ. അതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന 10ാം ക്ലാസ്സുകാരൻ, പട്ടാളക്കാരൻ കൃപയോടെ നിന്ന് പ്രസംഗിക്കുന്നത്. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. താൻ തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാ, അദ്ദേഹത്തിന് ലോകം ഒരു പേര് കൊടുത്തിട്ടുണ്ട്, റവറൻഡ് ഡോക്ടർ ഇന്നാര്. പക്ഷെ പുള്ളി പറഞ്ഞത് എന്താ? 10ാം ക്ലാസ് പട്ടാളക്കാരൻ ഇത്രയും ചെയ്യാൻ സാധിച്ചത് കൃപയാ, കൃപയാ, കൃപയാ. അതാ കൃപ ദൈവമക്കളെ. അത് ആർക്കും സുലഭമായി തരാൻ എന്റെ ദൈവത്തിന് മനസ്സാ. കൃപയ്ക്കൊരു യോഗ്യത ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് ടു ബി ക്വാളിഫൈഡ് ഫോർ ഗ്രേസ്. ഇനി കൃപയ്ക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളും കൊള്ളരുതായ്മകളും പാപങ്ങളും പാപ സ്വഭാവങ്ങളും എല്ലാമാണ് കൃപയ്ക്കുള്ള യോഗ്യത. എവിടെ പാപം പെരുകി അവിടെ കൃപ പെരുകി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. Where sin abounded, grace abounded much more. സ്തോത്രം. എവിടെ പാപം പെരുകി അവിടെ കൃപ പെരുകി. മനസ്സിലായോ? അതാ കൃപ. അപ്പൊ ചോദിക്കും, ലോകം ചോദിക്കും, അവന് ഇവനെയൊക്കെ ആരടാ വിളിച്ച് സഭയെ കയറ്റിയത്? ആര് ചോദിക്കും?
ലോകവും ചോദിക്കും. പിന്നെ ലോകത്തിലെ സദാചാര കമ്മിറ്റിക്കാർ കുറെ പേരുണ്ട്. ഇവന്മാർ പള്ളിയിലച്ഛൻ എങ്ങനെ പള്ളി ഓടിക്കണം, പാസ്റ്റർ എങ്ങനെ പള്ളി നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്ന സദാചാര കമ്മിറ്റിക്കാരുണ്ട്. മനസ്സിലായോ? ഇവന്മാർക്കൊന്നും സ്വപ്നത്തിൽ പിടികിട്ടത്തില്ല ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ എൻ്റെ ദൈവമേ, എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മാറത്തടിക്കുന്നവൻ ഞായറാഴ്ച രാവിലെ പള്ളി വന്നാൽ തമ്പുരാൻ അവൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവൻ അച്ഛനെ തിരിക്കാനും മെത്രാന്റെ കാല് പിടിക്കാനും പാസ്റ്ററെ സൂചിപ്പിക്കാനൊന്നും അവൻ വരത്തില്ല. അവൻ അറിയാം, എനിക്കിതിന് യോഗ്യതയില്ല, എനിക്ക് നിന്റെ സഭയ്ക്കകത്ത് കയറാൻ പോലും യോഗ്യതയില്ല. ദൈവമക്കളെ, നിങ്ങൾ അറിയണം, മിക്കപ്പോഴും ഈ പുൾപിറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കരച്ചിലുണ്ട്, ഇതിന് എനിക്ക് യോഗ്യതയില്ല കർത്താവേ, നിന്റെ കൃപയാൽ മാത്രം ഞാൻ നിൽക്കാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കൃപ അനുഭവിച്ചവൻ അതറിയാം. പലപ്പോഴും പിശാച് ചോദിച്ചു, ഇവനെന്താടാ യോഗ്യത പാസ്റ്ററാകാൻ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവമാണ് എന്റെ യോഗ്യത, അവന്റെ കൃപ എന്റെ മേലുള്ളതാ യോഗ്യത. പൗലോസിനോടും ചോദിച്ചു, ആദ്യത്തെ അപ്പോസ്തലന്മാരും ചോദിച്ചു, ഇവൻ എന്ത് അധികാരം അപ്പോസ്തലനാവാൻ? പൗലോസിനെ ഒരു അപ്പോസ്തലനായിട്ട് അംഗീകരിക്കാൻ പോലും പല ആദിമകാല അപ്പോസ്തലന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. പൗലോസ് പറഞ്ഞു, ഞാനായിരിക്കുന്നത് കൃപയിലായിരിക്കുന്നു. എന്നിട്ട് പൗലോസ് ഒരു കാര്യം കൂടെ ചെയ്തു, അവരെക്കാളൊക്കെ മുന്നമേ ഓടി. ദൈവം കൃപ തരുന്നതേ നമുക്ക് കൃപയുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാനല്ല, നമ്മളെക്കാൾ യോഗ്യതയുള്ളവരെക്കാൾ കൂടുതൽ കൃപ നമുക്ക് തന്നെങ്കിൽ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൃപയാൽ. ഞാനൊന്നുമല്ല കേട്ടോ, പക്ഷെ എന്നിൽ ഉള്ളവൻ ആരാ നിങ്ങൾ അറിയണം. ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. ഫിലഡൽഫിയ ഒന്ന് അറിയട്ടെ. നമുക്ക് പേരും നാളും ഒന്നും വേണ്ട, പക്ഷെ നമ്മുടെ കൂടെ ആരാന്നുള്ളത് അല്ല, നമ്മളൊന്നും ചെയ്യണ്ട. അവൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, ഇനിയും കാണിച്ചോളൂ. അത് അവന്റെ മഹത്വത്തിന് അവൻ ചെയ്തോട്ടെ, നമുക്ക് മിണ്ടാതിരിക്കാം. സ്തോത്രം. പക്ഷെ കൃപ പ്രാപിച്ചവൻ അറിയാം. ഇതാ കൃപയുടെ പ്രത്യേകത, കൃപമേൽ കൃപ. സ്തോത്രം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായ സഭയോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കൃപയ്ക്ക് അടുത്തേക്ക് വരണമെന്ന് പറയുന്നത് ഒരു രണ്ടാം തരം കാഴ്ചപ്പാടാണ്. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കൃപയുടെ അടുത്ത് പോരുക എന്നുള്ളതല്ല. പുതിയ നിയമത്തിൽ ആത്യന്തികമായി നിങ്ങളെ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ്. നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേനെ, കർത്താവേ, അങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അത് കൊടികുത്തി വാഴുവാൻ ഇനി ഞാൻ അനുവദിക്കുന്നതല്ല. കാരണം നിന്റെ കൃപ എന്റെ മേലുണ്ടല്ലോ. ഈ തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? നമ്മൾ പഠിക്കുന്ന ഉപദേശത്തിന് നമ്മൾ കീഴ്പ്പെട്ടാലുണ്ടല്ലോ, വേഗത്തിൽ വിടുതൽ നടക്കും. അതറിയാം. അതുകൊണ്ട് ഇതുപോലത്തെ പുതിയ പുതിയ സഭകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിന് കൃപയില്ല, ഇതിന് കൃപയില്ല. ദൈവമക്കളെ, അതൊരു ഭോഷ്കിന്റെ ഒരു ഉപദേശമാണ്. ദൈവരാജ്യത്തിൽ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ കൂടെ ഉള്ളെങ്കിൽ നിങ്ങൾക്കും എനിക്ക് എല്ലാത്തിനും കൃപയുണ്ട്. കൃപമേൽ കൃപ, അവന്റെ പൂർണ്ണത അവന്റെ സഭയിൽ അവൻ ഇട്ടിരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും? എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, പ്രസംഗിക്കാൻ കൃപയുണ്ട്, പക്ഷെ എന്റെ ഭാര്യയോട് ക്ഷമിക്കാൻ കൃപയില്ലെന്ന് പറഞ്ഞാൽ അതെന്തൊരു കൃപയാ? അത് പുതിയ നിയമത്തിന്റെ കൃപയല്ല. എന്റെ ഭാര്യയെ സ്നേഹിക്കുവാനും ശത്രുവിനെ സ്നേഹിക്കുവാനും എന്റെ മക്കളെ സ്നേഹിക്കുവാനും കൂട്ടായ്മയിലുള്ളവരെ സ്നേഹിക്കുവാനും ഒരേ സമയത്ത് എനിക്ക് കൃപയുള്ളപ്പോൾ തന്നെ വചനം പറയുവാനും പഠിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് കൃപയുണ്ട്. പുതിയ നിയമ കൃപയുടെ പ്രത്യേകത, കൃപയ്ക്ക് കീഴിലാണെങ്കിൽ നിനക്ക് പാപത്തിന്മേൽ ജയമുണ്ട്. ഉണ്ട്. ഇത് ഈ സഭയുടെ ഉപദേശമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് പകുതി കൃപയ്ക്കല്ല, നമ്മളെ വിളിച്ചിരിക്കുന്നത് പൂർണ്ണമായ കൃപയ്ക്കാ. ഇന്ന് ദൈവമക്കൾ ഇത് ഏറ്റെടുക്കണം. ഒരിക്കലും പറയാതെ എനിക്ക് അതിന് കൃപയില്ല, ഇതിന് കൃപയില്ല. ഇത് നിങ്ങൾ കേട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതിലും കൃപയില്ലാതായത്. ഇന്ന് ആ സത്യത്തെ തിരിച്ചു കൊണ്ടുവരിക. എന്താ ആത്യന്തികമായ സത്യം? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃപമേൽ കൃപയെന്ന കൃപ നിങ്ങളുടെ മേലുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി, ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു വിശ്വാസമാണ് കേട്ടോ. കൃപയെന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കാണുന്നില്ല, എന്നാൽ വിശ്വസിച്ചാൽ നീ കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വത്തിന്റെ രണ്ടാം ഭാഗമായ തേജസ്സിന്റെ ആവിഷ്കാരം കൂടെയാണ് വിശ്വാസമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, കൃപയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ഒരു കൊച്ചു കടന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം നമുക്കത് എടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. എടുക്കണ്ട, അത് മനസ്സിലിരുന്നോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. ദൈവത്തിൻ്റെതാണ് നിങ്ങളുടെ മേൽ നിൽക്കും, അല്ലാതെ അങ്ങ് പൊയ്ക്കോളും. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞേ. നമ്മൾ ഈ തലമുറയിലായിരിക്കാം ചിലപ്പോൾ നമ്മളൊക്കെ സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വന്നത്, പക്ഷെ അതിനു മുമ്പേയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെയും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഉണ്ടായിരിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നോക്കിക്കേ. 2 Corinthians chapter 14. 2 കൊരിന്ത്യർ
14-ാം അധ്യായം 13 ആ ഭാഗം വായിച്ചേ. അപ്പോസ്തലനായ പൗലോസ് താനാൽ സ്ഥാപിക്കപ്പെട്ട സഭയോട് പറഞ്ഞു വെച്ച് പോവാ. എന്താ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലോകത്തിലുള്ളവരോട് നമ്മൾ ഇത് പറയാ, യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓക്കെ, കൃപയുണ്ടല്ലോ എന്ന് അവർ പറയും. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കൃപയുണ്ടല്ലേ? ഇപ്പൊ നമ്മളത് തെളിയിച്ചല്ലോ അല്ലേ? കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം ചോദിക്കാത്തവനെ പോലും ക്രിസ്തുവിൽ ദൈവം നിരപ്പിച്ചിരിക്കാൻ നമ്മൾ കേട്ടു ഇല്ലേ? യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പോകുന്നിടത്തെല്ലാം ഒരു നിരപ്പുണ്ട്. പക്ഷെ നിരപ്പിന്റെ ശുശ്രൂഷ വേറെ ഉണ്ട്. അത് നമുക്ക് പിന്നൊരിക്കൽ പറയും, വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൃപ, സഭയോട് പറഞ്ഞിരിക്കുന്ന കൃപ എന്തുവാ? ഒന്ന് പറഞ്ഞോട്ടെ. യേശു ക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്ന കൃപ, ആത്യന്തികമായ കൃപ നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ആത്മീകമായ കൃപ, കൃപാവരങ്ങളിൽ ജ്വലിക്കുവാനുള്ള കൃപ, ദുരാത്മാവിനെ സത്യാത്മാവിനെ തിരിച്ചറിയാനുള്ള വിവേചനത്തിനുള്ള കൃപ, വചനം പറയേണ്ടതുപോലെ പറയുവാനുള്ള കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇതുവരെ സഭയെ പറയാത്തൊന്നുകൂടെ പറയട്ടെ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള കൃപ, ക്രൂശിൽ കിടക്കാനുള്ള കൃപ. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ പഠിച്ച് നമ്മളിപ്പോ നമുക്ക് ആകപ്പാടെ വന്ന് ഇത് ഒറ്റ ചിന്തയുള്ളൂ. എന്താ? 10 പേരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പഴയ ആൾക്കാർ പിന്നെ ഒന്ന് ഷൈൻ ചെയ്യണം. എല്ലാവരുടെയും കാര്യമില്ല, ഒന്ന് ഷൈൻ ചെയ്യണം. എല്ലാവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ഒന്ന് മാനിക്കണം. യേശുവിനെ ദൈവം മാനിച്ചോ? മാനിച്ചു. എങ്ങനെ? യെരൂശലേമേ, ഇസ്രായേലേ, നിന്റെ കാന്ത കഴുതപ്പുറത്ത് വരുന്നു. ദൈവം യേശുവിനെ മാനിച്ചതാ. യേശു കഴുതപ്പുറത്ത് കയറി പോയപ്പോൾ ഹോശന്ന ഹോശന്ന എന്ന് വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ആരടാ ഇവനൊന്നും ചോദിച്ചു. രണ്ടൂടെ ഏറ്റെടുക്കാമോ? അതാ പൂർണ്ണ കൃപ. ഹോശന്ന കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞില്ല, 5 ദിവസം കഴിഞ്ഞപ്പോ ക്രൂശ കയറ്റി. ക്രൂശിക്ക, ഓശന്നായിക്ക് പകരം ക്രൂശിക്കാന്ന് പറഞ്ഞു. ഓശന്ന പറഞ്ഞവര് നാളെ ക്രൂശിക്കാന്നും പറയും. കൂടെ കർത്താവിനോട് നിൽക്കാൻ കൃപയുണ്ടോ? അതാ കൃപ. ലജ കൂടെ നിൽക്കുന്ന ഒരു സുപ്രഭാതി മാറിപ്പോയച്ചും പുറത്തുനിന്ന് കുത്തുമ്പോഴും കൃപ, അതാ കൃപ. കൂടിരുന്ന ആഹാരം കഴിക്കുന്നവനെ ഇറങ്ങിപ്പോയി ഒറ്റിക്കൊടുക്കുമ്പോഴും അവനെ അനുഗ്രഹിക്കുന്നു പറയുന്ന കൃപ. അതാ കൃപമേൽ കൃപ, അതാ യേശുവിന്റെ മേലുള്ള കൃപ. അതാ ഇവിടെ കൊരിന്ത്യക്കാരനോട് പറഞ്ഞത്, കൃപ നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തു അനുഭവിച്ച കൃപ, ദൈവപൈതലേ, ക്രിസ്തുവിന് വേണ്ടി ഓടുന്ന ദൈവപൈതലേ, നിനക്കുമുണ്ട്. യു ഹാവ് ദ സെയിം ഗ്രേസ്. ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം, സാരമില്ല, എനിക്കത് വിഷയം, ഐ ഡോണ്ട് കെയർ. എനിക്ക് ദൈവം തന്ന വെളിപ്പാട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഇന്നലെ നാളെ വേറൊരാൾ വിളിച്ചു പറഞ്ഞോളും. യേശു ക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്ന കൃപ അവന്റെ സഭയുടെ മേലുമുണ്ട്. ഞാനും നിങ്ങളും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, അവന്റെ നിറവിൽ നിന്ന് നമുക്കൊക്കെയും പ്രാപിച്ചിരിക്കുന്നല്ലോ. From his fullness we have all received grace upon grace. അവന്റെ നിറവിൽ നിന്ന് നാം ഒക്കെയും പ്രാപിച്ചിരിക്കുന്നു കൃപമേൽ കൃപ. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കൃപ നാമധേയ ക്രിസ്ത്യാനികളോടുണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ വേർപെട്ട് ആരാധിക്കുന്ന നമുക്ക് മാത്രമേ ദൈവത്തിന് കൃപയുള്ളൂ തോന്നുന്നുണ്ടോ? അല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നിടത്തെല്ലാം കൃപയുണ്ട്. പക്ഷെ കൃപ മാത്രമേ ഉള്ളൂ, അവന്റെ പൂർണ്ണതയില്ല. അവന്റെ പൂർണ്ണത വരണമെങ്കിൽ ഇങ്ങ് വരണം. കൃപമേൽ കൃപ എന്താന്ന് തിരിച്ചറിയണം. അത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മളെങ്കിലും ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ആ കാരനെയും ഈ കാരനെയും കുറ്റം പറയുവാനും അവന്റെ കുറവ് പറയാനും നമ്മളായിട്ട് വാ തുറക്കരുത്. നമുക്ക് മുമ്പേ പോയി വേർപെട്ട് ആരാധിച്ചെന്ന് പറയുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് പറ്റിപ്പോയ അബദ്ധമാ. നമ്മളായിട്ട് മനസ്സിലാക്കരുത്. പരിജ്ഞാനം പ്രാപിച്ച് അവന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ കത്തി നിൽക്കണം. ചേർന്ന് സ്വത്രം പറയണം. നാം കൃപയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കൃപ വർദ്ധിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഓരോ ലേഖനവും എടുത്തേ, അവിടെ എന്താ പറഞ്ഞു തുടങ്ങുന്നത്? നമുക്കൊരു ഉദാഹരണം നോക്കാം. കൊരിന്ത്യ ലേഖനം എടുക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം താഴോട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം താഴോട്ട്.
ആ ഓ, നിങ്ങൾക്ക് കൃപയിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇനി 2 കൊരിന്ത്യർ നോക്കിയാലും ഏത് ഭാഗം നോക്കിയാലും പൗലോസിനൊരു കാര്യം ഉറപ്പാ. പുള്ളിക്കാരൻ കത്തെഴുതിയാൽ, അപ്പോസ്തലൻ കത്തെഴുതിയാൽ ആദ്യം പറയുന്നത്, എടാ നീ കൃത്യമായിട്ട് ദശാംശം കൊണ്ടോന്നല്ല ചോദിക്കുന്നത്. വായിച്ചോ? നീ പള്ളിക്കകത്ത് പൈസ കിട്ടോന്നല്ല അപ്പോസ്തലൻ ചോദിക്കുന്നത്. കണ്ടോ? നിനക്ക് കൃപയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, കുഞ്ഞെ നീ അധ്വാനിച്ചിട്ടും നിനക്ക് ദൈവസഭയിലൊന്നും കൊടുക്കാൻ പറ്റിയില്ലെന്ന് സാരമില്ലടാ, നിനക്ക് കൃപയുണ്ട്. ഇന്നലെ നിന്റെ മക്കൾ കൊണ്ടിട്ടോലും ചേർന്ന് സ്വത്രം പറ. ആ ദർശനം അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ, ചുമ്മാ പറഞ്ഞായിരിക്കും, കള്ളന്മാർ പറഞ്ഞായിരിക്കും, കോട്ടയത്തെങ്ങാണ്ട് ഒരുത്തൻ തിരിച്ച് ഹിന്ദുസത്തിൽ പോയെന്നോ, അവന്റെ അപ്പം കുടിയനായിരുന്നോ, അപ്പം പാസ്റ്റർമാരെല്ലാം കൂടെ ചെന്ന് അപ്പന്റെ കുടി മാറ്റിയെന്നോ, പിന്നെ ഇവനോട് ദശാംശം ചോദിച്ചെന്നൊക്കെ അങ്ങനെ പറയുന്നത്. ഇത് 10-12 വർഷം മുമ്പ് ഇയാൾക്ക് പറയാൻ മേലായിരുന്നു, ഇറങ്ങി പോകാൻ മേലായിരുന്നു. നിന്നോട് പണം ചോദിക്കുന്നവൻ, ദൈവത്തിന്റെ പേരിൽ പണം ചോദിക്കുന്നവൻ ദൈവത്തിൽ നിന്നല്ലെന്ന് എന്താ ഇവനെ ആർക്കും പറഞ്ഞു കൊടുക്കാഞ്ഞത്? ദൈവത്തിന് സ്വത്രം, ചേർന്ന് സ്വത്രം പറഞ്ഞേ. ഞാൻ കൂട്ടത്തിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആകാത്ത പ്രവാചകന്മാരെയും ആകുന്ന പ്രവാചകൻ തിരിച്ചറിയാം. ദൈവം വിളിച്ചവനാണ് പണം ചോദിച്ച് തെണ്ടി നിങ്ങളുടെ അടുത്ത് വരത്തില്ല. ദൈവം വിളിക്കാത്തവനാണ് നിങ്ങളുടെ മുമ്പിൽ തെണ്ടി വരുന്നത്. ഇത് തിരിച്ചറിഞ്ഞോണം സഭയോട് വിളിച്ചു പറയാ. ദൈവം വിളിച്ചവന്റെ ആവശ്യം നടത്താൻ ദൈവം വിശ്വസ്തനാ. നിങ്ങൾ ജോലി ചെയ്യുന്ന കൊച്ചു കൊച്ചു കമ്പനിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്നല്ലോ നിങ്ങളുടെ കമ്പനി. നിങ്ങൾക്കൊരു മെഡിക്കൽ പാക്കേജും കൂടെ തരുന്നതല്ലയോ ഇൻഷുറൻസുകാർ, ഇൻഷുറൻസ് പേ ചെയ്യുന്നതല്ലയോ മിക്ക കമ്പനിക്കാരും. ഇവിടുത്തെ ലൊട്ടിലൊടക്ക് സാധാരണ കാരന് നിങ്ങളുടെ ചെറിയ ഇൻഷുറൻസ് പോലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒന്നും വേണ്ടാത്ത സ്വർഗത്തിലെ ദൈവം അയച്ച ദൈവദാസൻ അവന്റെ കാര്യം നോക്കാൻ എന്റെ ദൈവത്തിന് സാധിക്കും. നാളെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന നിങ്ങളും ഈ തന്റെ അടുത്ത് നിൽക്കണം, അല്ലെ വേലയ്ക്ക് പോകരുത്. ദൈവവേലയ്ക്ക് പോകണമെങ്കിൽ കൈക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ടില്ല, പറഞ്ഞു കൃപയുണ്ടോ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. തിരിച്ചറിഞ്ഞോണം ഈ കൂട്ടായ്മയെങ്കിൽ ഇതിനൊരു വ്യത്യാസം വരട്ടെ. നിങ്ങൾക്കറിയാമോ, ക്രിസ്തുവിന്റെ സഭ തകർന്നു പോകുന്നതിന്റെ കാരണം ദൈവമക്കൾ അറിയണം. ജീവിതത്തിൽ ദൈവദാസന് ആവശ്യം വരുമ്പോൾ വീടാന്തോറും കയറി ഇറങ്ങി പിരിവ് നടത്തുന്ന വൃത്തികേട് കൊണ്ടാ ജനം ദൈവദാസന്മാരുടെ തലയിൽ കയറി നിരങ്ങി സഭ നശിപ്പിച്ചത്. ഇവിടെങ്കിലും അതിനൊരു വ്യത്യാസം വരണം. എന്താ നാമധേയ ക്രിസ്ത്യാനിത്തിൽ നമ്മൾ മാറി വന്നത്? പള്ളിയിലച്ഛനെ ബഹുമാനമില്ലാത്ത, പാസ്റ്റർമാരെ ബഹുമാനമില്ലാത്ത, മെത്രാന് ബെൻസുകാർ മേടിച്ചു കൊടുത്തത് ഞാനാന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ജഡീകൻ സഭയിൽ കയറി എഴുന്നള്ളിയപ്പോൾ അഹങ്കാരം പറഞ്ഞപ്പോൾ ക്രിസ്തു സഭയിൽ നിന്ന് വിട്ടുപോയി. സ്തോത്രം. കൃപ നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ദൈവമക്കളെ, ഇതിനകത്തൊന്നും വീടരുത്. മനസ്സിലായോ? അവർക്ക് പറ്റിയ അബദ്ധം നമുക്കുണ്ടാവരുത്. ചേർന്ന് സ്തോത്രം ചെയ്യാമോ? കൃപ ഉണ്ടാകട്ടെ, കൃപ ഉണ്ടാകട്ടെ. ദൈവദാസൻ കൃപയിലായിരിക്കുന്ന ദൈവമക്കളോട് പറയാം, കൃപയുണ്ടാകട്ടെ നിനക്ക്, കൃപയുണ്ടാകട്ടെ നിനക്ക്, കൃപയുണ്ടാകട്ടെ. അതിന്റെ അർത്ഥം എപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒന്നാണ് കൃപ. ഗ്രേസ് ഇസ് സംതിങ് ദാറ്റ് കീപ്സ് അബൗണ്ടിങ്. ആമേൻ. നമ്മൾ കേട്ട പാട്ട് പോലെ ബലഹീനതയിൽ കൃപ പ്രാപിക്കുന്നത് മാത്രമല്ല, എനിക്ക് സുഖമില്ലാത്തപ്പോൾ സുഖം കിട്ടും എന്ന് മാത്രമല്ല, എപ്പോഴും സുഖത്തിൽ നടക്കുവാൻ ദൈവം എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, കൃപയില്ലാത്തപ്പോൾ കൃപ കിട്ടുക എന്ന് മാത്രമല്ല, എപ്പോഴും കൃപയിൽ നാം നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവം കൃപയെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ തൊട്ടു കണ്ടു. പിന്നെ ദൈവം നമ്മളെ തൊടുന്നത് എങ്ങനെയാണെന്നറിയോ? കൃപയിലൂടെ. ശുദ്ധനായ ദൈവം, വിശുദ്ധനായ ദൈവം നമ്മളെ തൊടുന്നത് യേശു ക്രിസ്തുവിലൂടെ. നമ്മളെ കഴുകി വൃത്തിയാക്കി, എന്നിട്ട് ഒരു മത്സ്യം ഒരാറ്റിൽ നിന്ന്, ഒരു കടലിൽ നിന്ന് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അതിനെ കട്ട് ചെയ്ത് നേരെയാക്കി മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും. ശുദ്ധനായ പരിശുദ്ധനായ ദൈവം ഇങ്ങനെയാ ചെയ്യുന്നത്. കൃപയാകുന്ന ഗ്ലൗസ് ഇട്ട് നമ്മളെ ചെത്തി മുറുക്കി, പ്രമാണം കൊണ്ടല്ല കൃപ കൊണ്ടാണ് നമ്മളെ മുറിക്കുന്നത്. ചേർന്ന് സ്വന്തം പറയാം. കൃപ 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 കൃപയുടെ കീഴിൽ വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നല്ലൊരു യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ പിശാച് യുദ്ധം ചെയ്യാൻ നോക്കും. കാരണം ഒരു മനുഷ്യൻ ഒന്ന് 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 സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിനക്ക് കൃപയ്ക്ക് എന്താ യോഗ്യത? അവക്ക് പള്ളി പോകാൻ എന്താ യോഗ്യത? ഇവൻ ആരടാ പള്ളി പ്രസംഗിക്കാൻ? ഇവൻ എന്താ യോഗ്യത? പറയണം കൃപയാ കൃപയാ കൃപ. പറയാൻ തൻ്റെ ഇടമുണ്ടോ? നമ്മൾ പ്രമാണത്തിന് കീഴിലല്ല, മോശയുടെ ന്യായ പ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ യേശുവിന്റെ കൃപയ്ക്ക് കീഴിലാണ്. എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തുവിന്റെ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിപരമായി പ്രാർത്ഥിക്കും. 2, ഈ കേട്ട വചനം അതിന് തക്കവണ്ണം നിങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ
നിങ്ങൾ പണ്ട് കേട്ട പകുതി കൃപയുടെ സുവിശേഷം നിങ്ങൾ ഇന്ന് വിട്ടുമാറാൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കും. നിങ്ങൾ പൂർണ്ണമായി കൃപയിലാണ് എന്ന് നിങ്ങൾ തന്നെ ദൈവത്തോട് പറയണം. നിങ്ങൾ പൂർണ്ണമായി കർത്താവെ ഞാനത് ഏറ്റെടുക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവവൈതലാണ്, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ദൈവകൃപയ്ക്ക് കീഴടങ്ങുകയാണെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അസുഖം അതോടുകൂടി മാറും. ഇപ്പൊ മാറും. ഇനി ആർക്കും നിങ്ങളെ അതിനകത്ത് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുഖം മാറുന്ന സ്വഭാവം അത് മാറും. ബിക്കോസ് യു ആർ അണ്ടർ ഗ്രേസ്. മറ്റുള്ളവർ എന്നെ മാനിച്ചില്ലേലും എനിക്ക് പ്രയാസമുണ്ടെന്ന് ചിന്തിക്കുന്ന ആ വിഷയം മാറും. ബിക്കോസ് യു ആർ അണ്ടർ ഗ്രേസ്. അത് യേശുവിനെ പോലെ നിന്നെ ആക്കി തീർക്കും. യേശു എങ്ങനെയായിരുന്നു അങ്ങനെ പോകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് ദൈവം ഉപയോഗിക്കുന്നതാണ് കൃപ. കൃപ കൃപ അതിന്റെ പ്രാരംഭഘട്ടമാണ്. നിന്റെ മേലുണ്ടായിരുന്ന പാപത്തിന്റെ വല്ലഭത്വത്തെ ദൈവം നീക്കിക്കളഞ്ഞു. പാപത്തിന്റെ അധികാരത്തെ ദൈവം ക്രൂശിൽ നീക്കിക്കളഞ്ഞു. എന്നാലും നമുക്കറിയാം നമ്മുടെ അവയവങ്ങളിൽ പാപം ഉണ്ടാകാം. അതിന് പറഞ്ഞു നിന്റെ അവയവങ്ങളെ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ പാത്രങ്ങളായി സമർപ്പിക്കുക, അത് വിശുദ്ധിയുടെ ഫലമായി തീരും. പൗലോസ് പഠിപ്പിച്ചതാ. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ സംഭവിക്കാൻ പോവാ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വിഷയം എന്തുമായിക്കോട്ടെ, അതിപ്പോ കർത്താവിന് സമർപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങാൻ പോവാ. കർത്താവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ പോവാ. സ്തോത്രം. അതിനുശേഷം ഞാൻ ചില പ്രത്യേക വ്യക്തികളോട് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണുകൾ അടച്ചാട്ടെ. ഒരു സമർപ്പണം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. നല്ല കർത്താവേ, നന്ദി. ഈ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങള് കൃപയ്ക്ക് കീഴിലാണെന്ന് സമ്മതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെ മേലും കൃപ വന്നിട്ടുണ്ട്. കൃപമേൽ കൃപ പ്രാപിച്ചവരാണല്ലോ കർത്താവേ ഞങ്ങൾ. ആ കൃപയ്ക്ക് ഞങ്ങൾ കീഴ്പ്പെടുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും കൃപയുണ്ട് കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ നീ രക്ഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പകുതി കൃപയായിട്ടല്ല കൊണ്ടുവന്നത്, പൂർണ്ണമായി ഞങ്ങളെ കൊണ്ടുവന്നതാ. ആ കൃപമേൽ കൃപ പ്രാപിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും കൃപ കാണുവാൻ കർത്താവ് സഹായിക്കണമേ. ഇനി പാപം, മനഃപൂർവ്വമായി പാപം ചെയ്യുന്നതിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനവന്റെ ജീവിതത്തിൽ അവനവനെ കുറിച്ച് സെൽഫ് കൺട്രോൾ വർദ്ധിക്കുവാൻ, അകത്തും പുറത്തും ഒരുപോലെ ജീവിക്കുവാൻ, ഇരട്ട വ്യക്തിത്വത്തിൽ നിന്നും വിടുവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡബിൾ മൈൻഡഡ്നെസ്, ഇരട്ട വ്യക്തിത്വം ഇപ്പോൾ ഇവിടുന്ന് മാറിപ്പോകാൻ പോവാ. സം പീപ്പിൾ ആർ ഗോയിങ് ടു ബി ഹീൽഡ്. ഡ്യുവൽ പേഴ്സണാലിറ്റി, ഇരട്ട വ്യക്തിത്വം. എപ്പോഴും നമ്മൾ ഒരുപോലെ ആയിരിക്കാൻ, അകത്തും പുറത്തും, ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും വെറുതെ വീട്ടിലിരിക്കുമ്പോഴും ക്രിസ്തുവിൽ ഒരേ വ്യക്തിത്വം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഒറ്റ വ്യക്തിത്വം, വൺ പേഴ്സണാലിറ്റി അണ്ടർ ക്രൈസ്റ്റ്. അല്ലാത്തതൊക്കെ പാപത്തിന്റെ ശമ്പളമാ പ്രിയപ്പെട്ടവരെ. പല മുഖങ്ങളാ. ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ ഒരു മുഖം, മറ്റൊരു ദൈവവൈതലിനെ കാണുമ്പോൾ മറ്റൊരു മുഖം. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൃപയ്ക്ക് കീഴിൽ ഇപ്പൊ വരട്ടെ. അങ്ങനെയുള്ളവർ അനുഭവസ്ഥർ ഇപ്പോൾ കൃപയ്ക്ക് കീഴിൽ വരട്ടെ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. യെസ്, ഹീലിംഗ് ഓഫ് പേഴ്സണാലിറ്റീസ് ഇസ് ടേക്കിംഗ് പ്ലേസ്. യേശുവിന്റെ നാമത്തിൽ ചെറിയ പ്രായം തൊട്ടേ പലതരത്തിലുള്ള ആളത്വ ഷോക്കുകളിൽ പെട്ടവരിവിടെ ഉണ്ട്. പല അനുഭവങ്ങളിലൂടെ പോയി വ്യക്തിവികാസം പ്രാപിക്കുവാൻ സാധിക്കാതെ പല വ്യക്തിത്വങ്ങൾ വെളിപ്പെടുന്നവരുണ്ട്. ഞാൻ വിളിക്കുന്നില്ല, വിളിച്ചാൽ അത് വെളിപ്പെടും, അത് പ്രശ്നമാകൊണ്ട് വിളിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഹീൽഡ് ആവാൻ പോവാ. ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആർ ഗോയിങ് ടു ബി വൺ പേഴ്സണാലിറ്റി ഇൻ ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിൽ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ മാനുഷികമായ ഘടനയത്രേ ആത്മദേഹി ശരീരാദി എന്ന് പറയുന്ന ഘടന. നമ്മൾ ഒന്നാണ്, നമുക്കൊരു ശരീരമാണുള്ളത്, ഒരാത്മാവാണ് നമുക്കുള്ളത്. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഭരിക്കുന്നു. നമുക്കൊരു ദേഹി മാത്രമേ ഉള്ളൂ, ഒരു ചിന്ത, ഒരു വിചാരം, ഒരു വികാരം. നമ്മുടെ മനോധർമ്മങ്ങളിലെല്ലാം കൊടികുത്തി വാണ പാപത്തെ യേശു തകർത്തു കളഞ്ഞു. നമ്മുടെ അവയവങ്ങൾ ഇപ്പോൾ യേശുവിന് സമർപ്പിക്കുക. അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. നമ്മുടെ എല്ലാ അവയവങ്ങളും ഒന്ന് ദൈവത്തിന് ഏൽപ്പിച്ച. എന്നോടൊന്ന് പറഞ്ഞാട്ടെ, യേശുവേ, എന്റെ ശരീരത്തിന്റെ മനസ്സിന്റെയും അവയവങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തീ ഇപ്പോൾ അയക്കണമേ. ക്രിസ്തുവിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും കോട്ടകളെയും ഇപ്പോൾ തകർത്ത് കളയണമേ. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, അത് ദൈവം എനിക്ക് തന്ന വ്യക്തിത്വമാണ്.
മറ്റു വ്യക്തിത്വങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ യേശുവിന്റെ വകയാണ്. അകത്തും പുറത്തും, ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും ക്രിസ്തുവിന് കൊള്ളാവുന്നവരായി, ലോകം നോക്കുമ്പോഴും ദൈവം നോക്കുമ്പോഴും കൊള്ളാവുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ അവയവങ്ങളെ, ശാരീരിക അവയവങ്ങളെ, മനസ്സിന്റെ അവയവങ്ങളെ ഇപ്പോൾ അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ എന്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മാവ്, നിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ചാട്ട് പെട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എന്റെ ദൈവത്തിന്റെ കൃപയ്ക്ക് നിങ്ങൾ കീഴ്പ്പെട്ടാൽ, നിങ്ങൾ എത്ര വലിയ പ്രശ്നമുള്ള വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അവന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേൽ നിലനിൽക്കുവാൻ ഒരു അനാവശ്യ ശക്തിക്കും കഴിയുന്നതല്ല. നിങ്ങൾ മനഃപൂർവ്വമായി എതിർത്താൽ പോലും ഇന്നിവിടെ ഉള്ള ദൈവത്തിന്റെ ശക്തി, ഇറ്റ് ഈസ് വെരി പവർഫുൾ. അതിനെ തകർക്കുവാനാവില്ല. എന്നാൽ അവൻ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പെർമിഷൻ ചോദിക്കുക. ദൈവത്തിന് നിങ്ങളെ പേടിയില്ല, ദൈവത്തിന് ഒരു ശക്തിയും പേടിയില്ല. അവൻ ദൈവമാണ്. പക്ഷേ അവന്റെ സ്വഭാവത്തിൽ ഈസ് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ ഈസ് ഗോയിങ് ടു ടച്ച് യു. എത്ര പേർക്ക് ഹൃദയം കൊണ്ട് യെസ് ഈസ് ടച്ചിങ് മെനി ഓഫ് യു? എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പ്, ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ, യാചിക്കുന്നതിന് നിരക്കുന്നതിൽ അത്യന്തപരമായി എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് തക്കവണ്ണം പോലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്റെ മേൽ അവൻ അമിതമായ ശക്തി ഈ നാളുകളിൽ ഒഴുക്കിയിട്ടുണ്ട്. അത് തടയുവാൻ ശത്രു പലവട്ടം ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്റെ ദൈവം എനിക്ക് ജയം തന്നിരിക്കുക. പലതരത്തിലുള്ള പിശാചുക്കൾ എനിക്കെതിരെ യുദ്ധം ചെയ്തെങ്കിലും എന്റെ കാൽ കീഴിൽ ദൈവം ആക്കിയിരിക്കുക. അതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. ജയഘോഷ യാഗങ്ങളുമായി എന്റെ ദൈവത്തിന്റെ കൂടാരത്തിൽ ഞാൻ നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ let the power of God fall upon